ഹലോ ഫ്രണ്ട്സ്, KL19 ശ്രീതു ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് റിയാക്ഷൻ വീഡിയോസ് ഒക്കെ മാറ്റിയിട്ടിട്ട് ഒരു സന്തോഷമുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. മറ്റൊന്നല്ല ഗൈസ്, എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സന്തോഷം, എൻ്റെ ഒരു ജേണി എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങളുമായി ഷെയർ ചെയ്യാം. ചിലപ്പോൾ എൻ്റെ ഈ കാണുന്ന നിങ്ങളിൽ 1-2 പേരെങ്കിലും യൂട്യൂബിൻ്റെ തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പാടില്ലാത്ത എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്തെടുത്തത് എന്നുള്ള കാര്യമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് പ്രയോജനമാകുമെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് 1 രൂപയും ചിലവാക്കിയിട്ടില്ല. ചിലർ പറയും നമുക്ക് മൈക്ക് വേണം, അതിൽ നല്ല ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കണം, അങ്ങനെ ഇങ്ങനെ കുറേ പറയും. ഈ ഒരു സെയിം വിഷയം എനിക്കും ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ വീഡിയോസ് ആരും കാണാതെ വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഈ ഒരു സെറ്റിങ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും, ഈ ഒരു സജ്ജീകരണം ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഞാൻ ആക്ച്വലി ഇപ്പോൾ താഴത്തെ റൂമിലിരുന്നാണ് വീഡിയോ എടുക്കുന്നത്. ഞാൻ ഇതിന് മുന്നേ ആദ്യമൊക്കെ എടുക്കുന്ന മേളിലത്തെ റൂമിലാണ്. അപ്പോൾ ഈ കാക്ക കരയുന്ന ശബ്ദങ്ങൾ, ചീവിട, ഇങ്ങനത്തെ ശബ്ദങ്ങളെ കേൾക്കുമ്പോൾ ഞാൻ തന്നെ കാരണം എനിക്ക് തന്നെ എൻ്റെ വീഡിയോസ് കാണാൻ തോന്നില്ല, ഫുൾ ഡൗൺ ആയിപ്പോൾ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, താഴത്തെ റൂമിലോട്ടാക്കി. വേറെ മൈക്കോ കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ യൂസ് ചെയ്യുന്നില്ല. പിന്നെ എൻ്റെ ഈ പറഞ്ഞ ഈ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കും വലിയ സെറ്റിങ്സ് ആണെന്ന്. സത്യം പറഞ്ഞാലല്ല, ഇത് എൻ്റെ വീട്ടിലുള്ള ടേബിൾ ഊണ് കഴിക്കുന്ന മേശയിലിടുന്ന ആ ഒരു വിരിയാണ് ഞാനിങ്ങനെ എടുത്ത് സെലോ ടാപ്പൊക്കെ വെച്ച് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നതാണ്. അല്ലാതെ ഇത് വലിയ ഒന്നുമല്ല. അപ്പോൾ നമുക്ക് 1 രൂപ പോലും ചിലവാക്കാതെ നമ്മളിൽ ഉള്ളത് വെച്ച് തന്നെ നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. പക്ഷെ അതിന് വേണ്ടത് നമുക്കൊരു മനസ്സാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ എടുത്ത് നോക്കുകയാണെങ്കിൽ 3 മാസം ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. ആക്ച്വലി ഞാൻ എൻ്റെ ഈ ഒരു ചാനൽ തുടങ്ങി ഒരു 2-2.5 മാസത്തിനുള്ളിൽ തന്നെ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്. ഇതിൽ ഞാൻ അപ്ലോഡ് ചെയ്ത ലോങ് വീഡിയോസ് എന്ന് പറയുന്നത് 75 വീഡിയോസിലാണ് മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയത്. ചാനൽ തുടങ്ങിയത് ജൂലൈ 1-ാം തീയതിയാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി നിങ്ങളെല്ലാവരും വിചാരിക്കും പോലെ കണ്ടൻറ്റാണ്. നമ്മളൊരു ചാനൽ തുടങ്ങുമ്പം എന്തെങ്കിലും ഒരു കറക്റ്റ് ഒരു പ്രോപ്പർ ഒരു കണ്ടൻറ്റ് വേണമല്ലോ. അപ്പോൾ ഞാനും വിചാരിച്ച് എന്ത് കണ്ടൻറ്റ് ചെയ്യാം എന്നിങ്ങനെ വിചാരിച്ച് ഞാൻ ആദ്യം എടുത്തത് മൊബൈൽ ടിപ്സ് ആണ്. അതായത് എനിക്ക് കുറച്ച് നോളജ് മൊബൈൽ റിലേറ്റഡ് ഒക്കെ കുറച്ചറിയാം. അപ്പോൾ അതുകൊണ്ട് അത് ഇങ്ങനെ ഓരോ ആപ്ലിക്കേഷൻസ് അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആദ്യം ചെയ്യുന്നത്. നിങ്ങൾ എൻ്റെ യൂട്യൂബ് ഹിസ്റ്ററിയിൽ ഏറ്റവും ആദ്യം തുടക്കം എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 20-25 വീഡിയോസ് ഇങ്ങനെ മൊബൈൽ ടിപ്സ് തന്നെയായിരുന്നു. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഞാൻ ചെയ്യുന്ന വീഡിയോസിലൊക്കെ ഒരു 50 പോലും വ്യൂസ് എത്തുന്നില്ല. അപ്പോൾ ഭയങ്കര വിഷമം, ഞാൻ ഇനി ഏത് സമയത്ത് മോണിറ്റൈസേഷൻ എത്തും എന്നുള്ളത്. നമ്മൾ സാധാരണ യൂട്യൂബ് തുടങ്ങുന്ന എല്ലാവരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ സെർച്ച് ചെയ്ത് നോക്കാൻ തുടങ്ങി. AI-ൽ ഞാൻ സെർച്ച് ചെയ്ത് നോക്കി ഏതാണ് ടോപ്പായിട്ട് നമുക്ക് ഒത്തിരി പേര് പെട്ടെന്ന് നമുക്ക് മോണിറ്റൈസേഷൻ ചെയ്തെടുക്കാൻ പറ്റുന്ന സബ്ജക്റ്റ് ഏതാണ്, പെട്ടെന്ന് ആളുകൾ ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റ് ഏതാണ്. ഞാനിങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ കണ്ടന്റിൽ 2-ാമത്തെ കണ്ടന്റാണ് ആക്ച്വലി ഈ ഒരു റിയാക്ഷൻ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വന്നത് നമ്മുടെ ഈ അനിമേഷനാണ് കുട്ടികൾക്കുള്ളത്. അപ്പോൾ 2-ാമത്തത് ആണെന്ന് തോന്നുന്നു റിയാക്ഷൻ വീഡിയോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞങ്ങളാണെങ്കിൽ റിയാക്ഷൻ വീഡിയോയിലോട്ട് ചേഞ്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ കണ്ടന്റ് മാറ്റുമ്പോഴാണല്ലോ നമുക്ക് അതിൻ്റെ ഒരു വ്യത്യാസം അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു റിയാക്ഷൻ വീഡിയോ എന്ന് പറയുന്ന ടോപ്പിക്ക് സെലക്ട് ചെയ്തത്. പക്ഷേ റിയാക്ഷൻ വീഡിയോ ചെയ്ത് എനിക്ക് അത്യാവശ്യം കുറച്ച് നമ്മളൊരു തുടക്കക്കാരി എന്ന നിലയ്ക്ക് എനിക്ക് നല്ല സന്തോഷം നിറയുന്ന അല്ലെങ്കിൽ സന്തോഷം കിട്ടുന്ന വ്യൂസ് എനിക്ക് കിട്ടാനായിട്ട് തുടങ്ങി. അതുപോലെ എൻ്റെ വാച്ച് അവർ കംപ്ലീറ്റ് ഏകദേശം നല്ല രീതിയിലുള്ള വാച്ച് അവർ കയറി വന്നു. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ എന്നാലും ഈ ഡൗൺ ആണ്. അതായത് 2-3 ദിവസം വീഡിയോ ഇടും. പിന്നെ വീഡിയോ ഇടേണ്ട ഏറ്റവും വലിയ മെനക്കേട് ഈ പറഞ്ഞ കെട്ടി ഒരുങ്ങിയിരുന്ന് വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇടണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് എനിക്ക് വേണ്ടി ഞാൻ എടുത്ത ഒരു ടിപ്സ് എന്ന് പറയുന്നത് മറ്റൊന്നല്ല, നമ്മുടെ യൂട്യൂബിൽ ഇങ്ങനെ സക്സസ്ഫുൾ ആയിട്ടുള്ളവരുടെ സ്റ്റോറി പറയില്ലേ, അവരുടെ കഷ്ടപ്പെട്ട് അവരിങ്ങനെ മോണിറ്റൈസേഷൻ എത്തി എന്ന് പറയുന്നത്, അങ്ങനത്തെ വീഡിയോസ് ഞാൻ ഇരുന്ന് കാണാൻ തുടങ്ങി. അതായത് എനിക്ക് എപ്പോഴാണ് മെന്റലി ഞാൻ ഡൗൺ, ഇനി വേണ്ട, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് തോന്നുന്ന ആ ഒരു സമയത്ത് ഞാൻ കാണുന്ന വീഡിയോസ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ളവരുടെ വീഡിയോസാണ്. അപ്പോൾ ഈ ഒരു വീഡിയോസ് കാണുമ്പോൾ നമുക്കൊരു എനർജിയാണ്, എന്നായാലും നമ്മൾ ചെയ്യുന്നതിന് നമുക്കൊരു പ്രതിഫലം ഉണ്ട് എന്നൊരു വിശ്വാസത്തിൽ ഞാൻ വീണ്ടും വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. സത്യം പറയട്ടെ, ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എനിക്കിങ്ങനെ മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റി എന്നുള്ളതിൽ. അങ്ങനെ എന്നാലും ഒത്തിരി വ്യൂസ് ഒന്നുമില്ല, കുറച്ച് വ്യൂസൊക്കെ തന്നെയാണുള്ളത്. എന്നാലും ഞാൻ ഹാപ്പിയാണ് മോണിറ്റൈസേഷൻ ചെയ്തതിൽ. അപ്പോൾ എൻ്റെ ഇൻകം കാര്യങ്ങളൊക്കെ എന്താണ് എന്നുള്ളത് നമുക്കിനി കണ്ടു തന്നെ അറിയണം. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ചെയ്യേണ്ടത് എന്തെല്ലാം, അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്തത് എന്തെല്ലാം എന്നുള്ളതാണ്. ആദ്യം ചെയ്യേണ്ടത് എന്തെല്ലാം എന്ന് നമുക്ക് നോക്കി നോക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ യൂട്യൂബിനെ പരീക്ഷിക്കുകയാണ് വേണ്ടത്.
മറ്റൊന്നുമില്ല, നിങ്ങൾ സ്ഥിരമായിട്ട് ഏതെങ്കിലും ഒരു സമയം ഫിക്സ് ചെയ്യുക. ഏതെങ്കിലും ഒരു സമയം ഫിക്സ് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു സമയത്ത് വീഡിയോ അപ്ലോഡ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ വീഡിയോസ് അങ്ങനെ അധികം പേരിലോട്ട് എത്തുന്നില്ല എങ്കിൽ ജസ്റ്റ് ഒരു 1-2 ആഴ്ച നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. എത്തുന്നില്ല എങ്കിൽ ആ ഒരു സമയം ഒന്ന് മാറ്റി നോക്കാം. കറക്റ്റായിട്ട് നിങ്ങൾ ആ ഒരു സമയത്തിന് 2-3 ആഴ്ച നിങ്ങൾ വീഡിയോസ് ഇടുമ്പോൾ ഒരു 50, 100, 150 എന്നിങ്ങനെ നമ്മുടെ വ്യൂസ് കൂടി വരും. അപ്പോൾ അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി അതല്ല നിങ്ങൾക്ക് എന്നിട്ടും വ്യൂസ് ഇല്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് സമയം മാറ്റുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കണ്ടന്റിൻ്റെ ടോപ്പിക്ക് മാറ്റുക എന്നുള്ളതാണ്. അതായത് പെട്ടെന്ന് വരുമാനം വേണം എന്നുള്ളവർക്കാണ് ഞാൻ ഈ പറയുന്നത്. അതെല്ലാം പതുക്കെ മതിയെങ്കിൽ നമുക്ക് ആ ഒരു സബ്ജക്റ്റ് തന്നെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. നമ്മൾ ടോപ്പിക്ക് മാറ്റി നമ്മളൊരു വീഡിയോസ് നമ്മൾ ചെയ്യുമ്പോൾ അത് നമുക്ക് ഉറപ്പായിട്ടും എന്താകും, റീച്ച് ആവും. ഇതിന് കാരണം മറ്റൊന്നുമില്ല, നമ്മളിടുന്ന വീഡിയോസ്, നമ്മൾ പുതിയൊരു വ്യക്തിയാണല്ലോ, അപ്പോൾ നമ്മളിടുന്ന വീഡിയോസ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന കുറേ പേര്, ഇപ്പോൾ ഞാൻ റിയാക്ഷൻ വീഡിയോ ആണെങ്കിൽ ഇത് കാണുന്ന റിയാക്ഷൻ വീഡിയോ കാണുന്നവരിലോട്ടാണ് ഈ ഒരു വീഡിയോ എത്തുക. അപ്പോൾ അതുപോലെ മൊബൈൽ ടിപ്സ് ആണെങ്കിൽ അപ്പോൾ മൊബൈൽ റിലേറ്റഡ് അങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു വീഡിയോ യൂട്യൂബ് എന്ത് ചെയ്യുക, റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ എടുക്കാനാണ് ഇത്രയും സമയം നമുക്ക് ആവശ്യമായി യൂട്യൂബിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, സ്ഥിരമായി ഏതെങ്കിലും ഒരു കണ്ടന്റ് സെലക്ട് ചെയ്യുക, അതുപോലെ സമയം, ഇത് രണ്ടും നമ്മൾ കറക്റ്റായിട്ട് ചൂസ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനൊരു ഗ്രോത്ത് ഉണ്ടാവും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നിങ്ങളൊരു തുടക്കക്കാരാണെങ്കിൽ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന കാര്യം പ്രത്യേകിച്ചും നിങ്ങളുടെ ഫ്രണ്ട്സിനോടും നിങ്ങളുടെ റിലേറ്റീവ്സിനോടും പറയാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. കാരണം നമ്മളിങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന വെറും പരിഹാസങ്ങളും ആക്ഷേപങ്ങളും മാത്രമായിരിക്കും. ഓ നീ രക്ഷപ്പെടുമോ, നമ്മുടെ എല്ലാവരും പറയുന്നതാണ് ഓ അവൾ രക്ഷപ്പെടാനോ, ഇങ്ങനെയൊക്കെ പറയത്തുള്ളൂ. അപ്പോൾ അത് തന്നെയായിരിക്കും ഈ പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളവിടെ മെൻ്റലി ഫുൾ ഡൗൺ ആവും. പിന്നെ നിങ്ങൾ അതിൽ നിന്ന് കയറി വരാൻ നിങ്ങൾ ഒത്തിരി പാടുപെടേണ്ടി വരും. അതിനെക്കാട്ടിലും നിങ്ങൾ അല്ലാതെ സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതൊന്ന് ജസ്റ്റ് ഡെവലപ്പ് ആയതിനു ശേഷം പറയുവാണെങ്കിൽ ഈ പറഞ്ഞ അവർക്ക് നെഗറ്റീവ് ഒന്നും തന്നെ പറയാൻ സാധിക്കില്ല. അതല്ലാതെ എല്ലാവരുടെയും അനുഭവം തന്നെയാണ് ഈ പറയുന്ന നെഗറ്റീവ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല, പക്ഷെ നമ്മൾ തന്നെ വിചാരിക്കണം. നമ്മൾ വിചാരിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും. അത് തന്നെയായിരിക്കും നിങ്ങളുടെയും എന്ന് ആണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഇപ്പോൾ പലരും യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു മന്ദബുദ്ധിത്തരമാണ് എന്ത്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, നമ്മുടെ വാച്ചവേഴ്സും ക്യാഷ് കൊടുത്ത് നമ്മൾ ചെയ്ത് സെറ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മൾ എന്ത് ചെയ്യും, ക്യാഷ് എനിക്ക് തോന്നുന്നത് 6000 കൊടുത്താൽ അവർ തന്നെ നമ്മുടെ ചാനൽ ഫുൾ മോണിറ്റൈസേഷൻ ചെയ്ത് തരും. അങ്ങനെ ചെയ്യുന്നവരോട് ഞാൻ പറയാം, നിങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ അതിനെക്കാളും തുടങ്ങാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അത് വെറും വേസ്റ്റാണ്. അങ്ങനെ നിങ്ങളുടെ ചാനൽ ഒരു മോണിറ്റൈസേഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് 1 രൂപ വരുമാനം വാങ്ങാൻ സാധിക്കുകയില്ല. മറ്റൊന്നുമല്ല, ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഇത് എൻ്റെ രണ്ടാമത്തെ യൂട്യൂബ് അക്കൗണ്ടാണ്. ഇതിന് മുന്നേ എനിക്ക് മറ്റൊരു യൂട്യൂബ് അക്കൗണ്ട് ഉണ്ട്. ഒരു 3000 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉള്ളതാണ്. ശ്രീശങ്കർ KL 2019 അങ്ങനെ എന്താണ് പേര്. അപ്പോൾ ഈ ഒരു അക്കൗണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ മറ്റൊരു സ്ഥലത്ത് ജോലി കൂടെ ചെയ്യുവാണ്. രണ്ടും കൂടെ മാനേജ് ചെയ്യാൻ പറ്റിയില്ല എനിക്ക്. ഞാൻ അതിൽ ഏറ്റവും കൂടുതൽ ഇടുന്ന ഷോർട്സ് ആണ്. പക്ഷേ ഷോർട്സിന് അത്യാവശ്യം 27K അങ്ങനെയൊക്കെ വ്യൂസ് കയറാറുണ്ട്. അപ്പോൾ ഞാനെന്ത് വിചാരിച്ചു, എന്തായാലും വ്യൂസ് ഉണ്ട്, ഒരു കാര്യം ചെയ്ത് നോക്കാം, ഈ പറഞ്ഞതുപോലെ ക്യാഷ് കൊടുത്ത് നമ്മുടെ അക്കൗണ്ട് മോണിറ്റൈസേഷൻ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ക്യാഷ് കൊടുത്തിട്ട് സബ്സ്ക്രൈബേഴ്സിന് ആദ്യം കൊടുത്തു. അതിനുശേഷം വാച്ച് അവർ ഓരോന്നായിട്ട് പറയാം. സബ്സ്ക്രൈബേഴ്സ് കൊടുത്ത് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് 1000 ആയി. പക്ഷേ എന്ത് ചെയ്തു, ഒരു മാസം കഴിഞ്ഞപ്പോൾ ഈ കയറിയ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഇറങ്ങിപ്പോയി കേസ്. ഈ സബ്സ്ക്രൈബേഴ്സ് എല്ലാം വെറും ബോട്ടാണ്. ഇവരെ കൊണ്ട് നമുക്ക് യാതൊരുവിധ പ്രയോജനമില്ല. ഈ സബ്സ്ക്രൈബേഴ്സൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ യൂട്യൂബ് തന്നെ താനെ എടുത്ത് ഡിലീറ്റ് ചെയ്ത് കളയും. കാരണം യൂട്യൂബിനെ അറിയാം. അപ്പോൾ ഞാൻ ആദ്യം ഈ പറഞ്ഞ എന്തായാലും ക്യാഷ് കൊടുത്ത് സബ്സ്ക്രൈബേഴ്സ് ചെയ്ത് പിന്നീടാണ് പോയത്. അപ്പോൾ രണ്ടാമത് ഞാൻ അതിൻ്റെ കൂടെ തന്നെ വാച്ച് അവറിനുള്ള ടൈം ഞാൻ പൈസയും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വാച്ച് അവറും അവർ കംപ്ലീറ്റ് ചെയ്തു. സത്യം പറയുകയാണെങ്കിൽ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഈ കയറി വാച്ച് അവറും പോയി, ഈ പറഞ്ഞ സബ്സ്ക്രൈബേഴ്സും പോയി, ഒന്നുമില്ലാതെ വെറും 0 ആയി എൻ്റെ അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ പിന്നീട് നമുക്ക് ഒരു വളർച്ച, യൂട്യൂബിൻ്റെ വളർച്ച എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അത് മാനേജ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയില്ല. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങളിങ്ങനെ ചെയ്ത സബ്സ്ക്രൈബേഴ്സ് ഒറിജിനൽ ആണ് എന്ന് തന്നെ വിചാരിക്കട്ടെ. ഈ ഒരു മോണിറ്റൈസേഷൻ അവർ കംപ്ലീറ്റ് ചെയ്ത് തരും. മോണിറ്റൈസേഷൻ ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങളിടുന്ന ഒരു വീഡിയോസ് റീച്ച് ആവില്ല. കാരണം ഇതുവരെയുള്ള നിങ്ങളുടെ വീഡിയോസ് കണ്ടത് ആരാണ്, ഈ പറഞ്ഞ ബോട്ടാണ്, അല്ലെങ്കിൽ അവരാണ്. അവർക്ക് ഇനി നിങ്ങളുടെ വീഡിയോസ് കാണേണ്ട ആവശ്യമില്ല. അവരുടെ ഉത്തരവാദിത്തം അവിടെ കഴിഞ്ഞു. നിങ്ങളുടെ വീഡിയോ സാധാരണക്കാരായ ജനങ്ങൾ കാണുവാണ് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ.
അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കാം. അപ്പോൾ ഒത്തിരി പേര് എനിക്കിങ്ങനെ അറിയാം, എന്താണ് മോണിറ്റൈസേഷൻ ആയ ചാനൽ വിൽക്കാനുണ്ട്, കൊടുക്കാനുണ്ട്, നിങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കും. അതെന്തുകൊണ്ടാണ്? അവരുടെ ഈ പറഞ്ഞ മോണിറ്റൈസേഷൻ ചെയ്തിരിക്കുന്ന ആരാണ്? മറ്റൊരാൾ, തേർഡ് പാർട്ടിയാണ്. അതിൽ നിന്നൊരു വരുമാനം അവർക്ക് കിട്ടുന്നില്ല, അതുകൊണ്ടാണ് അവർ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മിസ്റ്റേക്കും നിങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളിടുന്ന എഫേർട്ടിന് എന്തായാലും നമുക്കൊരു വിജയം കരസ്ഥമാക്കി നമുക്ക് കിട്ടും ഉറപ്പായിട്ടും. ഇതുപോലെ നിങ്ങൾ ഇടയ്ക്ക് അയ്യോ തളർന്നു പോവുകയാണ്, അല്ലെങ്കിൽ വീഡിയോ ഇടുന്ന കാര്യം കഷ്ടമാണ്, നടക്കുന്നില്ല എന്നാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇതിങ്ങനെ ചെയ്ത് വിജയിച്ചവരുടെ അനുഭവം വീഡിയോസ് നിങ്ങൾ കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്നും കയറി വരാൻ സാധിക്കും. ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത് യൂട്യൂബിലെ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഞാനും ഇങ്ങനത്തെ വീഡിയോസ് കണ്ട് തന്നെയാണ് ഇതുവരെ എത്തിയത്. അതുകൊണ്ട് എൻ്റെ അനുഭവം നിങ്ങളിലോട്ട് എത്തിക്കുന്നു എന്ന് മാത്രം. അതുപോലെ തന്നെ എനിക്ക് കിട്ടുന്ന ഫസ്റ്റ് ഇൻകം എത്രയാണ്, അതെങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ള ഡീറ്റെയിലും ഞാൻ നിങ്ങളുമായിട്ട് ഡീറ്റെയിൽഡായിട്ട് തന്നെ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ ഒരു സമയമാകുമ്പോൾ ഞാൻ ആ ഒരു വീഡിയോ ഇടുന്നതാണ്. പക്ഷേ എങ്കിലും ഞാൻ എൻ്റെ ടോപ്പിക്കായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് റിയാക്ഷൻ വീഡിയോസാണ്. അത് തന്നെയായിരിക്കും കണ്ടിന്യൂ ആയിട്ട് പോവുക. എന്തായാലും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്തുള്ള ഹൈപ്പ് ബട്ടൺ അമർത്തുക. മറ്റൊന്നിനല്ല, നിങ്ങളെപ്പോലെ ഒത്തിരി പേർക്ക് ഈ ഒരു വീഡിയോ പ്രയോജനമാകുമെങ്കിൽ ആയിക്കോട്ടെ. കൂടാതെ എൻ്റെ വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നാളെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.